നമുക്ക് ഇന്ന് ഒരു അടിപൊളി വോൾ ഡെക്കർ ചെയ്തെടുക്കാം. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന വോൾ ഡെക്കറാണ് കേട്ടോ. അതിനായിട്ട് ഇതുപോലെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഒന്ന് കീറി വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് ചെയ്യാനായിട്ട് വയ്ക്കാമേ. കുറച്ച് കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞ് പിരിഞ്ഞെടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും. ഇതിലോട്ട് ഇതുപോലെ ആവശ്യത്തിന് ഫെവിക്കോളും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാമേ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുപോലൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. പല കേക്കിൻ്റെയൊക്കെ ബോർഡായാലും മതിയാവും കേട്ടോ. ഞാൻ കേക്കിൻ്റെ ബോർഡാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ സ്കെയിൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു 2.5 സെൻറ്റിമീറ്റർ ഒരു ഡയമീറ്റർ വരുന്ന ഒരു സർക്കിൾ, അങ്ങനെ ഒരു 3 സർക്കിൾ വരയ്ക്കുന്നുണ്ട്. ഓരോ സർക്കിൾ തമ്മിൽ ഒരു 2.5 സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം 2.5 എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സർക്കിൾ ഒരു 5 സെൻറ്റിമീറ്റർ എടുക്കണം, അടുത്തത് 7 സെൻറ്റിമീറ്റർ, അങ്ങനെയാണ് എടുത്തത്. ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം. നമ്മൾ നേരത്തെ ലൈൻ വരച്ചില്ല, അതിൻ്റെ തുടക്കത്തിൽ നിന്ന് ഇതുപോലെ ഒന്ന് വളച്ചിട്ട് ഒരു 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം ആ ഒരു സർക്കിൾ തമ്മിലും ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ആ ലൈനും തമ്മിൽ. അപ്പോൾ ഇതുപോലെ 2 സൈഡിലും ഇതുപോലെ ഒന്ന് വരച്ച് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഐയുടെ ഷേപ്പ് കിട്ടും, ഒരു കണ്ണിൻ്റെ ഒരു ഷേപ്പ് പോലെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഔട്ട്ലൈൻസ്. ഇനി നമുക്ക് ഇതുപോലെ മോൾഡിറ്റിൻ്റെ ക്ലേ ആണ് വേണ്ടത്. എന്നിട്ട് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. ഒത്തിരി തിക്നെസ്സും വേണ്ട, എന്നാൽ ഒത്തിരി തിന്നും ആവരുത്. ഈ ഒരു തിക്നെസ്സിലാണ് റോൾ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. നമ്മളൊക്കെ നേരത്തെ കാർഡ്ബോർഡിൽ മാർക്ക് ചെയ്തതിലോട്ട് ഇതുപോലെ ഔട്ട്ലൈൻ വരുന്ന ഭാഗത്ത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് മോൾഡിറ്റിൻ്റെ ക്ലേ നമ്മൾ റോൾ ചെയ്തെടുത്ത് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം ഈ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചതല്ല, നമ്മളല്ലാതെ സർക്കിളും ഐയുടെ ഷേപ്പും വരച്ചിട്ടില്ല. അതിൻ്റെ ഔട്ട്ലൈൻ വരുന്ന ഭാഗത്ത് മോൾഡിറ്റിൻ്റെ ക്ലേ ഇതുപോലെ റോൾ ചെയ്തൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്കൊരു പണി കിട്ടിയായിരുന്നു. കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. മോൾഡിറ്റിൻ്റെ ക്ലേ ആയതുകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഫുൾ ഈ ഒരു ഔട്ട്ലൈൻ സ്റ്റിക്ക് ചെയ്യുന്നത് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മോൾഡിറ്റിൻ്റെ ക്ലേ ഒന്ന് സ്റ്റിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു ഷേപ്പ് ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലായല്ലോ. ഇനി നമുക്ക് മിഡിലായിട്ട് ആദ്യത്തെ സർക്കിൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ഇതുപോലെ നേരത്തെ നമ്മൾ ടിഷ്യൂ പേപ്പറിൽ ഒരു മിക്സ് ചെയ്തില്ല, അതിലോട്ട് ബ്ലാക്ക് കളർ ആക്രിലിക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ആദ്യത്തെ സർക്കിളിൽ. ഇനി രണ്ടാമത്തെ സർക്കിളിൽ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലൂവും അത് കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നേരത്തെ പോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളത് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ടിഷ്യൂ പേപ്പറിൽ ചെയ്ത ഒരു മിക്സിന് ടിഷ്യൂ പേപ്പറിന് പകരം നിങ്ങൾക്ക് പഴയ ബുക്കിൻ്റെ പേപ്പറോ ന്യൂസ് പേപ്പറോ ഒക്കെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു മിക്സ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം നിങ്ങൾക്ക് കളേഴ്സ് ഉണ്ടല്ലോ, ആക്രിലിക് കളേഴ്സ്, ഈ സെയിം കളേഴ്സ് അപ്ലൈ ചെയ്തെടുത്താലും മതിയാവും, കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി നമ്മൾ ഐയുടെ ആ ഒരു ഷേപ്പ് വരുന്ന അവിടെ നമ്മൾ ഫില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മൾ അൾട്രാ മെറൈൻ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നമ്മൾ ടിഷ്യൂ പേപ്പറിൽ മിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കുറച്ചധികം മിക്സ് ചെയ്താലും നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് കിട്ടത്തുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കും. ഇനി ബാക്കിയുള്ള ഏരിയയിൽ ഫില്ല് ചെയ്യാനായിട്ട് ഇതുപോലെ ബാക്കിയുള്ള ടിഷ്യൂ മിക്സിൽ ഇതുപോലെ വൈറ്റ് ആക്രിലിക് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള ഏരിയയിലൊന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു ടിഷ്യൂ മിക്സ് നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട് ഏകദേശം ഒരു 1 to 2 days എടുക്കും നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ ആയി കിട്ടാൻ. ഒരു ദിവസം ആകുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒന്ന് ഡ്രൈ ആകും. പിന്നെ 2 ദിവസം വയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ടിഷ്യൂ മിക്സ് ഒന്ന് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്. ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായി കാണും, ഇവിലെയാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ കുറച്ചും കൂടെ ഒന്ന് ഭംഗി കൂട്ടാനായിട്ട് ഇതുപോലെ ഒരു മോൾഡിൻ്റെ ക്ലേ വരുന്ന ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഗോൾഡ് മെറ്റാലിക് ഒന്ന് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.